സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 29-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം തിരുവെഴുത്ത് ഇപ്രകാരം അരുളപ്പാടറിയിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹമുള്ള ഒരു സന്ദേശമാണ് ഈ തിരുവെഴുത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. അത് ജനം മുഴുവൻ ശക്തി ക്ഷയിച്ച ശക്തിയില്ലാതെ മുന്നോട്ട് പോയൊരു കാലഘട്ടത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് രചിച്ച ഈ സങ്കീർത്തനം തൻ്റെ ഭക്തന് ഇപ്രകാരം പറയുക: യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ആമേൻ. നാം ദൈവസന്നിധിയും ചെതിരെടുക്കണമെങ്കിൽ നമുക്കൊരു ശക്തി ലഭിക്കണം. പലപ്പോഴും നമ്മുടെ ശക്തി ക്ഷയിപ്പിച്ച് കളയാൻ പിശാച് പദ്ധതികൾ വയ്ക്കും. നമ്മുടെ ശക്തി ഇല്ലാതായിക്കൊണ്ട് നാം മുന്നോട്ടൊരിക്കലും നമുക്ക് ഓടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ കർത്താവ് ഇവിടെ തിരുവെഴുത്ത് പ്രകാരം എടുത്തു പറഞ്ഞത് യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുമെന്ന്. നമ്മെ ദൈവം ശക്തീകരിക്കുന്നത് എന്തിനാ? ദൈവം നമ്മെ ബലപ്പെടുത്തുന്നത് എന്തിനാ? നാം ഈ നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തി, എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തി, അവൻ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ. ആമേൻ. ലോകപ്രകാരമുള്ള ആമേൻ ബലമാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ലോകപ്രകാരമുള്ള ശക്തിയാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? നമ്മൾക്ക് വലതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്കൊരാത്മീയ ശക്തി വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. വലതിൻ്റെ മുമ്പിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു ശക്തി ആവശ്യമാണ്. ഈ പൽക്കാലം ദൈവമായ ശക്തി എൻ്റെയും നിങ്ങളുടെ മേൽ പകർന്നു തരണമെങ്കിൽ നാം ആഗ്രഹത്തോടെ ഈ പൽക്കാലത്തിനോട് പറ: കർത്താവേ, നിന്റെ ശക്തി എൻ്റെ മേലൊന്ന് പകരണമേ, നിന്റെ ശക്തി എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തുമാറാകട്ടോ, നിന്റെ കൃപ എൻ്റെ മേലൊന്ന് പകരപ്പെടുമാറാക്കേണ്ടതിനായി നാം ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു: ഞാൻ എൻ്റെ ജനത്തിന് ഞാൻ എൻ്റെ ശക്തിയെ പകരും. ആമേൻ. അതിൽ അടുത്ത തിരുവെഴുത്ത് പ്രകാരം പറയുന്നു: യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. അതേ, ഒരു കാലഘട്ടത്തിൽ സമാധാനമില്ലാതെ നാം മുന്നോട്ട് യാത്ര ചെയ്ത വ്യക്തി ജീവിതങ്ങളാ, ആളിൽ നിരാശപ്പെട്ടു പോയ മണ്ഡലങ്ങളാ, എങ്ങനെ മുന്നോട്ടൊന്നും അറിയാൻ കഴിയാതെ സമാധാനമില്ലാതെ അലഞ്ഞ് നടന്ന സ്ഥാനത്തിന് നടുവിലും ഒരു സമാധാനമായി സ്വർഗത്തിലെ അപ്പൻ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നത് ഈ പകൽക്കാലം ദൈവമക്കളൊന്ന് ഓർത്തു നോക്കുക. അവൻ നിത്യ സമാധാനത്തിന്റെ ദൈവമായി യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടു പോയ സമാധാനം മടക്കി തന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം അതേ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ സമാധാനം നമുക്ക് നൽകി തന്ന ദൈവമാ. അവൻ ഉലുമലയിൽ എടുക്കപ്പെടുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പല ഭവനങ്ങളിലും അതേ സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ, പല ഭവനങ്ങളും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, പല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭവനങ്ങളിൽ അന്തഃഛിദ്രങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് കുടുംബാധിപത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളോട് ഞങ്ങൾ പറയട്ടെ, അവൻ നിത്യ സമാധാനം തരുവാനാ കാൽവരിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ അറക്കപ്പെട്ടത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരിയിൽ അവൻ നുറുക്കപ്പെട്ടത്. ഒരു സമാധാനമില്ലാത്തടത്ത് സമാധാനം പകരുവാൻ എൻ്റെ കർത്താവ് ഒരു സമാധാന പ്രഭുവായി അത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ നിത്യ സമാധാനം നിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന് പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാ. ഈ കാലം നിന്നെ ശക്തീകരിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാ. അവൻ സമാധാനം തന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ തക്കവേണം അതിശക്തനായ ഒരു ദൈവം ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലുള്ളതാ. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ സമാധാനം നൽകും, നിന്നെ രക്ഷിക്കുകയും ചെയ്യും. ആമേൻ. മനുഷ്യരിൽ ആശ്രയിക്കാതെ
നാം ദൈവത്തിൽ നിന്ന് ആശ്രയിച്ച് പലപ്പോഴും നാം മനുഷ്യരിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയം വിട്ടുകളഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ പകൽക്കാലം ദാവീദ് പറഞ്ഞതുപോലെ, യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. സകലതും നാം ദൈവത്തിന് കൊടുക്കുവാൻ ഈ പകൽക്കാലം തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനും തയ്യാറാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. വചനം നിനക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കും. സമാധാനം നിന്നെ ശക്തി തന്നോ നിന്നെ ബലപ്പെടുത്തുവാൻ തക്കവേണം. ഈ പകൽക്കാലം തിരുവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏൽപ്പിക്കട്ടോ. സർവശക്തനായ ദൈവം പ്രിയപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം, സഹായിക്കട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.